ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിലെ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 1ഉം 2ഉം 3ഉം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ പ്ലേ ചെയ്യാം കേട്ടോ. ഇനി യൂണിറ്റ് 4നെ പറ്റി പറയാനാണെങ്കിൽ യൂണിറ്റ് 4ൽ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും 3 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുക. കാരണം ഇതിൽ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഷോർട്ട് സ്റ്റോറി, പിന്നെ ഒരു എസ്സേ, പിന്നെ ഒരു പോയം. അങ്ങനെ 3 പാർട്ടായിട്ടായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനും അതേപോലെ ഫസ്റ്റ് എസ്സേയും ആണ് ഡീൽ ചെയ്യണത് കേട്ടോ. ഫസ്റ്റ് തന്നെ ലിറ്റററി എസ്സേൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് എന്നാലും നോട്ട് ചെയ്ത് വെക്കുക. എ ലിറ്റററി എസ്സേ ഇസ് നോട്ട് എ ബുക്ക് റിവ്യൂ, കൈൻഡ് ഓഫ് ബുക്ക് റിപ്പോർട്ട് യു റോട്ട് വെൻ യു ആർ യങ്ങർ വെർ യുവർ ടീച്ചർ വാണ്ടഡ് ടു സമറൈസ് ദി ബുക്സ് ആക്ഷൻ. ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് നോട്ട് എ ബുക്ക് റിവ്യൂ. നോട്ട് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ കാരണം ബുക്ക് റിവ്യൂ ആണ് ലിറ്റററി എസ്സേന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവർ പലരും ഉണ്ടാവും. അതായത് നമ്മളൊരു ബുക്ക് വായിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത് എന്നൊക്കെ എഴുതുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ബുക്ക് എങ്ങനെയാണെന്ന് ആ ഒരു രീതിയിൽ എഴുതുന്നതാണ് ലിറ്റററി എസ്സേ. അല്ല, ആ ഒരു രീതിയിൽ എഴുതുന്നതല്ല. നോട്ട് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ബുക്ക് റിവ്യൂ അല്ല എന്നുള്ളതാണ് നമ്മളവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി എ ഹൈ സ്കൂൾ ഓർ കോളേജ് ലെവൽ ലിറ്റററി എസ്സേ ആസ്ക്. കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ ഒരു ബുക്ക് വായിച്ചിട്ട് അതെങ്ങനെയുണ്ടെന്ന് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഴുതും. അതല്ല ശരിക്കും ലിറ്റററി എസ്സേ എന്ന് പറയുന്നത്. പിന്നെ ഒരു കോളേജ് ലെവലിലൊക്കെ എങ്ങനെയാണ് ലിറ്റററി എസ്സേ വേണ്ടത്? ഹൗ ഡസ് ദിസ് പീസ് ഓഫ് ലിറ്ററേച്ചർ ആക്ച്വലി വർക്ക്? അതായത് പീസ് ഓഫ് ലിറ്ററേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല രീതിയിലുള്ള ലിറ്ററേച്ചർ ഉണ്ടല്ലോ. കഥയാവാം, കവിതയാവാം, എസ്സേ ആവാം. ഇത് മൂന്നുമാണ് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഷോർട്ട് സ്റ്റോറി ഉണ്ട്, അതേപോലെ പോയം ഉണ്ട്, പിന്നെ ഒരു എസ്സേ ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ലിറ്ററേച്ചർ ഉണ്ടാവാം. ഏത് രീതിയിലുള്ള ലിറ്ററേച്ചർ ആണെങ്കിലും അതെങ്ങനെയാണ് വർക്ക് ആവുന്നത്, അതിലൂടെ എന്ത് മെസ്സേജാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതിലുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു പോകുന്ന രീതിയിൽ വേണം ഒരു ലിറ്റററി എസ്സേ എഴുതാനായിട്ട് വേണ്ടിയിട്ട്. Did a particular image, line or scene linger in your mind for a long time? If it fascinated you, chances are you can draw on it to write a fascinating essay. Fascinating കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആകർഷകമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ലൈൻ വായിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഇമോഷൻസ്, നമ്മുടേതായിട്ടുള്ള ഓർമ്മകളൊക്കെ വെച്ചിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്തില്ലേ കുറേ നാളിങ്ങനെ നമ്മൾ അതിൽ തന്നെ മുഴുകിയിരിക്കും എന്ന് പറയും. കാരണം ഒരു ലൈൻ വായിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം എന്നാണ് പറയണത്? ലിറ്റററി എസ്സേ അല്ല, ഫാസിനേറ്റിംഗ് എസ്സേ എഴുതാം. ആകർഷകമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഫാസിനേറ്റിംഗ് എസ്സേ, അതായത് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൗതുകകരമായ കാര്യങ്ങൾ കണ്ടു എന്നുള്ള രീതിയിലുള്ള എസ്സേ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. Then, is there a phrase that the main character uses constantly or an image that repeats throughout the book? If you can figure out how that pattern weaves through the work and what the significance of that pattern is, you have almost got your entire essay mapped out. അതായത് ഈ ഒരു സെൻറ്റൻസിൽ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ക്യാരക്ടേഴ്സിനെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കാണിക്കും, ചില വേർഡ്സ് റിപ്പീറ്റ് ചെയ്യും, ചില ഇമേജസ് റിപ്പീറ്റ് ചെയ്യും. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഫിഗർ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് എന്ത് സിഗ്നിഫിക്കൻസ് ആണ്, സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് ഇമ്പോർട്ടൻസ്, എന്ത് പ്രാധാന്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് എന്ത് ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു വാക്കിനുള്ളത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയണം. ഫോളോയിങ് ആർ 3 literary texts belonging to 3 literary genres: essay, short story and poetry. നമ്മൾ പറഞ്ഞതാണല്ലേ 3 രീതിയിലുള്ള പീസ് ഓഫ് ലിറ്ററേച്ചർ നമുക്ക് പഠിക്കാനുണ്ടെന്ന്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടും നോക്കുന്നത് നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ബുക്കാണ്, ഇഗ്നൈറ്റഡ് മൈൻഡ് എന്ന് പറഞ്ഞ ബുക്കിലത്തെ ഫസ്റ്റ് യൂണിറ്റാണ്, ഫസ്റ്റ് ചാപ്റ്ററാണ് നമുക്ക് ലിറ്റററി എസ്സേ ആയിട്ട് പഠിക്കാനുള്ളത്. റീഡിങ് ദീസ് ടെക്സ്റ്റ് enables you to understand the analytical patterns of different literary ഫോംസ്. അല്ലേ, കഥയാണെങ്കിൽ അല്ലെങ്കിൽ കവിതയാണെങ്കിൽ എല്ലാത്തിനും ഓരോ പാറ്റേൺസ് ഉണ്ട്. ആ ഒരു രീതിയിലുള്ള പാറ്റേൺസ് എന്താണ്, അതിനെപ്പറ്റി കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ഒക്കെ ഇത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ, APJ അബ്ദുൽ കലാം സാറിൻ്റെ ഈ ഒരു ഇഗ്നൈറ്റഡ് മൈൻഡ്സിലെ ഈ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഐ തിങ്ക് സോ. ദെൻ
ഫസ്റ്റ് വൺ എസ് എ ആരാണ്? APJ അബ്ദുൽ കലാം. ദി ഡ്രീം ആൻഡ് ദി മെസ്സേജ് എന്നുള്ള പാഠത്തിൻ്റെ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഏതിൽ നിന്ന് എടുത്തതാണ്? ഇഗ്നൈറ്റഡ് മൈൻഡ് എന്നുള്ള ബുക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ദി ഡ്രീം ആൻഡ് ദി മെസ്സേജ്. ഇനി സെക്കൻഡ് ആയിട്ട് വരുന്നത് ഷോർട്ട് സ്റ്റോറിയാണ്, H.H. മുൻറോ, ദി ഓപ്പൺ വിൻഡോ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി H.H. മുൻറോൻ്റെ. ദെൻ തേർഡ് വൺ പോയം, ഡാൻറ്റെ ഗബ്രിയൽ റോസറ്റി, ദി ബ്ലെസ്ഡ് ഡാമോസേൽ. ദി ബ്ലെസ്ഡ് ഡാമോസേൽ എന്ന് പറയുന്ന ഒരു പോയവും ആരുടെ? ഡാൻറ്റെ ഗബ്രിയൽ റോസറ്റി. ഈ എഴുതിയത് ആരാണ് എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതൊരിക്കലും മറക്കാതിരിക്കുക. ജസ്റ്റ് ഒരു നോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു എഴുതി വെക്കുക കേട്ടോ. ദെൻ നമ്മൾ ഫസ്റ്റ് ആണ് നോക്കാൻ പോണത്, ദി ഡ്രീം ആൻഡ് ദി മെസ്സേജ്. അതാണ് എസ്സേൻ്റെ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഓദർ ആരാണ്? ഫസ്റ്റ് തന്നെ ഓദറിനെ എഴുതുക. ഓദർ ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പറ്റിയിട്ട് ഒരു 5-6 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അറിയുന്ന പോയിന്റ്സ് ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. മോസ്റ്റ് അക്കംപ്ലിഷ്ഡ് സയൻറ്റിസ്റ്റ് ഇൻ ഇന്ത്യ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, പ്ലേ കീ റോൾ ഇൻ ക്രിയേഷൻ ഓഫ് SLV-3, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ കിഡ്സ് ആൻഡ് സ്റ്റുഡൻസ്, 15 ബുക്സ്. ഹി റോട്ട് 15 ബുക്സ് എന്ന് എഴുതിയാൽ മതി. ദെൻ ഏതൊക്കെയാണ് ആ ബുക്സിൽ മെയിനായിട്ടുമുള്ള ഏതെങ്കിലും ഒരു 5 എണ്ണം എടുത്ത് എഴുതാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ APJ അബ്ദുൽ കലാം, നിങ്ങൾക്ക് ഈ ഒരു സമ്മറി ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഓദറിനെ പറ്റി എഴുതുക. ഓദറിനെ പറ്റിയിട്ട് ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു 3-4 പോയിന്റ്സ് എഴുതാം. എന്നിട്ട് എന്തെഴുതാം? ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, അതായത് ഈ ബുക്കിനെ കുറിച്ച് എഴുതുക. ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ബുക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഏത് ബുക്കിൽ നിന്ന്? ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നുള്ള ബുക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുക. എന്താണ്? ഓതേർഡ് ബൈ APJ അബ്ദുൽ കലാം. ദി ബുക്ക് ഓഫേഴ്സ് എ റോഡ് മാപ്പ് for moving the country forward and toward the magnificent future. അതായത് നമ്മുടെ കൺട്രീനെ, നമ്മുടെ രാജ്യത്തെ എങ്ങനെയെല്ലാം ഒരു മഹത്തായ ഒരു ഭാവിയിലേക്ക് നയിക്കാം എന്നുള്ള ഒരു റോഡ് മാപ്പ് പോലെയാണ്. അതിൽ എന്തൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് ഈ ഒരു ബുക്ക് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. റീഡേഴ്സ് ആർ മോട്ടിവേറ്റഡ് ടു വർക്ക് ടുവാർഡ് ക്രിയേറ്റിംഗ് എ ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് ഇന്ത്യ, എസ്പെഷ്യലി യങ് റീഡേഴ്സ്. അതായത് പല രീതിയിലുള്ള എഴുത്തുകാരുണ്ടാവും, അവർക്കെല്ലാം പുതിയൊരു രീതിയിൽ എങ്ങനെയൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊടുത്തുകൊണ്ട് അതിനുള്ള ഒരു സ്പാർക്ക് ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് വൈ വി who are obviously capable of being the best frequently settle for the worst given all our abilities, resources and talents. അതായത് ഇതിൽ മെയിനായിട്ടും നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് യങ്ങർ മൈൻഡ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ വളർന്നു വരുന്ന തലമുറ, അവരുടെ മൈൻഡിൽ എന്ത് സ്ട്രൈക്ക് ചെയ്ത് കൊടുക്കുക, എങ്ങനെയെല്ലാം നമ്മുടെ ഇന്ത്യയെ, നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും, നമ്മുടെ രാജ്യത്തിന് എന്തെല്ലാം രീതിയിൽ മഹത്തായ ഒരു ഭാവി നമുക്ക് വാഗ്ദാനം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ടും നോക്കുന്നത്. അതായത് യങ്ങർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ യങ്ങർ റൈറ്റേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. അതിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വേൾഡ് മെച്ചപ്പെടുത്താനായിട്ട് പറ്റുക, നമ്മുടേതായിട്ടുള്ള രീതിയിൽ പല ആൾക്കാർക്കും പല എബിലിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക, അതെല്ലാം എങ്ങനെ നമ്മുടെ ഈ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ബുക്ക് രചിച്ചിട്ടുള്ളത്. All the core of ignited minds is the conviction that a nation's citizen have the ability to realize their dream. അല്ലേ, പല ആൾക്കാർക്കും പല ഡ്രീം ആയിരിക്കും, പക്ഷേ ഏറ്റവും കൂടുതൽ ഏത് ഡ്രീമാണെങ്കിലും ആ ഡ്രീമിനെ എല്ലാം ഏതിലേക്ക് എത്തിക്കുന്നതായിരിക്കണം, നമ്മുടെ ഇന്ത്യയെ, നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിലേക്ക് എത്തിക്കുന്ന രീതിയിലായിരിക്കണം ഏതൊരാളുടെയും ഡ്രീം എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും പല ഡ്രീമായിരിക്കാം, പല കഴിവുകളായിരിക്കാം, പക്ഷേ അതെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം? നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം, വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ദി ഡ്രീം ആൻഡ് ദി മെസ്സേജ് ഇസ് ദി ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. നമ്മൾ പറഞ്ഞതാണല്ലേ, നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ദി ഡ്രീം ആൻഡ് ദി മെസ്സേജ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ ഈ ബുക്കിലെ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇനി നിങ്ങൾക്ക് വലിയൊരു സമ്മറിയാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് ലൈൻ ബൈ ലൈൻ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യം മുതലേ അതിങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു വിരസത നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം അത്രയും ലോങ് ആണ് അതെന്ന് പറയണം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മീനിങ് വൈസ് ഓരോ ലൈൻ ബൈ ലൈൻ നോക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സമ്മറി എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഒഴിവാക്കേ ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള പോയിന്റ്സ് ഉണ്ടല്ലോ, മസ്റ്റായിട്ട് നിങ്ങൾ അതിൽ എഴുതേണ്ടതായിട്ടുള്ള പോയിന്റ്സ്, കീ പോയിന്റ്സ് എന്ന് പറയും. ആ പോയിന്റ്സ് ആണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സമ്മറി നോക്കും. ഇതാണ്
ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഈ ഒരു എസ്സേ, ഈ ഒരു സമ്മറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ദിസ് ചാപ്റ്റർ ഈസ് അബൌട്ട് ദി പാസ്റ്റ് ഇൻസിഡൻറ്റ് ഓഫ് APJ. Their helicopter crashed and all travelers had a miraculous escape. All travelers എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ഡ്രീം ആൻഡ് ദി മെസ്സേജ് എന്ന് പറയുന്നത് ഇഗ്നൈറ്റഡ് മൈൻഡ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്താണ്? APJ അബ്ദുൽ കലാം ആണ് രചിച്ചത് എന്നുള്ളതൊക്കെ ആദ്യം എഴുതണം, ഓദറിനെ പറ്റി എഴുതണം, എന്നിട്ട് ഈ പോയിന്റ് എഴുതാം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ത് എഴുതാം? APJ അബ്ദുൽ കലാം സാറിൻ്റെ ലൈഫിൽ റിയൽ ആയിട്ട് നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഹെലികോപ്റ്റർ ക്രാഷ് ചെയ്ത സമയത്ത്, ഹെലികോപ്റ്ററിന് ഭയങ്കരമായിട്ടുള്ള ഒരു അപകടം നടന്ന സമയത്ത് എന്തുണ്ടാവാണ്? ഇതിലുള്ള പാസഞ്ചേഴ്സ്, ഇതിലുള്ള യാത്രക്കാർ മുഴുവനും ഒരു മിറാക്കുലസ് എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും ക്യൂരിയോസിറ്റി, അത്രയും ഭീകരമായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടും അതിൽ നിന്നും രക്ഷപ്പെട്ടു വന്നു, എല്ലാ പാസഞ്ചേഴ്സും രക്ഷപ്പെട്ടു വന്നു എന്നാണ് പറയണത്. ഹി ഇമാജിൻസ് കോൺവെർസേഷൻ ബിറ്റ്വീൻ 5 people whom he admires എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള 5 ആൾക്കാരുടെ കോൺവെർസേഷൻ അദ്ദേഹം ഇമാജിൻ ചെയ്യാണ്. അതാണ് ഈ ഒരു ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. 5 ആൾക്കാരുണ്ട് അദ്ദേഹത്തിനെ ഇംപ്രസ് ചെയ്ത, ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത 5 ആൾക്കാർ, അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അദ്ദേഹം ഇമാജിൻ ചെയ്തെടുക്കുകയാണ്. himself positioned in a desert എന്താണ്? മരുഭൂമി. അതായത് ചുറ്റും മണ്ണ് നിറഞ്ഞിട്ടുള്ള ആ ഒരു മരുഭൂമിയിൽ, ചുറ്റും മണൽത്തരികൾ നിറഞ്ഞിട്ടുള്ള ആ ഒരു മരുഭൂമിയിൽ അദ്ദേഹം നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടുവാർഡ്സ് ആയിട്ട് ഈ 5 ആൾക്കാരും നിൽക്കുന്നുണ്ട്. 5 ആൾക്കാർ ആരാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേ. മഹാത്മാഗാന്ധി, എംപറർ അശോക, എബ്രഹാം ലിങ്കൺ, കാലിഫ് ഉമർ ആൻഡ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇതാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ, ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ 5 ആൾക്കാർ, എസ്സേയിലെ 5 ആൾക്കാരെന്ന് പറയണത്. ഈ 5 ആൾക്കാരും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മുടെ APJ അബ്ദുൽ കലാം സാർ എന്ത് ചെയ്യാണ്? ഇമാജിൻ ചെയ്യാണ്. അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് എന്ന് അദ്ദേഹം ഡ്രീം ചെയ്യണത്, ഡ്രീം അല്ല, അദ്ദേഹം ഇമാജിൻ ചെയ്യണത് എവിടെയാണ്? ഡെസേർട്ടിലാണ് കേട്ടോ, മരുഭൂമിയിലാണ്. Then, Battle of Kalinga made realized Ashoka that victory cannot consider it as a victory if it causes suffering. ഇത് പറയുന്നത് എന്താണെന്നറിയോ? ബാറ്റിൽ ഓഫ് കലിംഗ എന്ന് പറയുന്നത്, ഈ അശോക ചക്രവർത്തി കുറേയധികം യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കലിംഗ ബാറ്റിൽ ഇദ്ദേഹം ജയിച്ചു. ഭയങ്കരമായിട്ടുള്ള ഒരു വിജയമായിരുന്നു ഇദ്ദേഹത്തിന് നേരിട്ടത്. പക്ഷേ അദ്ദേഹം ജയിച്ചെങ്കിലും കുറേയധികം ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള വീട് നഷ്ടപ്പെട്ടു, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. കുറേ ആൾക്കാർ സഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു യുദ്ധം നടന്നതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ചറിയാണ്, ഇവൻ ഹി വിൻ ദി ഗെയിം, ഹി വിൻ ദി ബാറ്റിൽ. പക്ഷേ അദ്ദേഹം തിരിച്ചറിയാണ്, എന്തെങ്കിലും ഒരു രീതിയിൽ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, സാധാരണക്കാരെന്നല്ല ഏതൊരാൾക്കും ഒരു എന്തെങ്കിലും ഒരു അവസ്ഥ അനുഭവിക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ, ഞാൻ കാരണം അല്ലെങ്കിൽ ഈ ഒരു ബാറ്റിൽ കാരണം അനുഭവിക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ ആ ബാറ്റിൽ ജയിച്ചാലും അതൊരു ശരിക്കുമുള്ള ഒരു ജയമല്ല, ഒരു ശരിക്കുമുള്ള ഒരു വിക്ടറി അല്ല എന്നുള്ളത് റിയലൈസ് ചെയ്യാണ് ആരെന്ന് പറയുന്നത്? എംപറർ അശോക. Then കാലിഫ് ഉമറിനെ പറ്റി പറയുന്നുണ്ട്. കാലിഫ് ഉമർ realizes all men are equal after entering Jerusalem. He considered government as a sacred trust. അതായത് എല്ലാ ആളുകളും ഈക്വൽ ആണ്, ഒരു മനുഷ്യൻ്റെ മേലെയാണ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ മനുഷ്യരും, എല്ലാ ആളുകളും ഈക്വൽ ആണ് എന്നുള്ള റിയലൈസേഷനിലാണ് ആരെത്തിച്ചേരണത്? കാലിഫ് ഉമർ എത്തിച്ചേരണത്. ഇനി ഐൻസ്റ്റീനെ പറ്റി പറയാണ്. ഐൻസ്റ്റീൻ റീകോൾ ദി വ്യൂ ഓഫ് വെർണർ ഹൈസൻബർഗ്. He said that if the compass to find a destination is installed in a human ship, the purpose of life could be identified. ഇതിൽ പറയണത് ഐൻസ്റ്റീൻ എന്ത് ചെയ്യാണ്? റീകോൾ ചെയ്തെടുക്കുകയാണ്. ആരുടെ വ്യൂ? വെർണർ ഹൈസൻബർഗിൻ്റെ വ്യൂ നമ്മുടെ ഐൻസ്റ്റീൻ റീകോൾ ചെയ്തെടുക്കുകയെന്നാണ് APJ അബ്ദുൽ കലാം പറയുന്നത്. എന്താണ് ഒരു കോമ്പസ്? അതായത് അവരുടെ ആ ഒരു സ്ഥലത്ത് ഒരു ഷിപ്പ് ബിൽഡ് ചെയ്തു, വലിയൊരു ഷിപ്പ്, എല്ലാ രീതിയിലുള്ള കംഫർട്ടും എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു വലിയൊരു ഷിപ്പ് ബിൽഡ് ചെയ്തു. എല്ലാ കാര്യങ്ങളും ഷിപ്പിലുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രമില്ല, അതായിരുന്നു കോമ്പസ് എന്ന് പറയുന്നത്. കോമ്പസ് എന്താണ്? നമ്മുടെ ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോമ്പസ് അല്ലേ? അത് ഏത് ഡയറക്ഷനിലേക്കാണ് ആ ഒരു ഷിപ്പ് പോകേണ്ടത്, ഏത് ഡെസ്റ്റിനേഷനിലാണ് എത്തിച്ചേരേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോമ്പസ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ ആ
കോമ്പസ് മാത്രം മിസ്സായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടാഗോറും അതേപോലെ മഹാത്മാഗാന്ധിൻ്റെയും ആ ഒരു സാന്നിധ്യത്തിൽ നമുക്ക് ആ ഒരു കോമ്പസ് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു കോമ്പസ് ഹ്യൂമൻഷിപ്പിൽ, അതായത് മനുഷ്യന്മാരിൽ അതെന്ത് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. അതായത് ആ ഒരു കോമ്പസ് മനുഷ്യന്മാരിൽ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുകയാണെങ്കിൽ സിംപ്ലി പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഒരു ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ, അതായത് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മളൊരു കാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. അതില്ലെങ്കിൽ ആ ഒരു നമ്മൾ ചെയ്യുന്ന കാര്യം ഫുള്ള് എന്താണ്, വേർത്ത്ലെസ് ആണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലുള്ള ഡെസ്റ്റിനേഷനാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ആ ഡെസ്റ്റിനേഷൻ എന്തായിരിക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം എന്നുള്ള രീതിയിലാണ് ആരവസാനിപ്പിക്കേണ്ടത്, ഐൻസ്റ്റീൻ അവസാനിപ്പിക്കുന്നത്. ഇനി ലിങ്കൺ says that happiness is acquired when a family ensures prosperity at various levels. Every doctrine that we follow and every action we pursue should be good ഫോർ ദി വോൾ ഓഫ് ദി മാൻ കൈൻഡ്. അതായത് ഒരു ഫാമിലി ഹാപ്പിയാണ് അല്ലെങ്കിൽ അവർ ഹാപ്പിനെസ് അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അവർ എല്ലാ രീതിയിലും പ്രോസ്പെറസ് ആയിരിക്കണം. പ്രോസ്പെരിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വെൽ ബീയിങ് ആവുക, അതായത് എല്ലാ രീതിക്കും അച്ചീവ്മെൻറ്റ്സ് കൈവരിക്കുക, അഭിവൃദ്ധി നേടാന്ന് പറയില്ല, കറക്റ്റ് വാക്ക് അതാണ്. അങ്ങനെ അഭിവൃദ്ധി എല്ലാ രീതിക്കും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഒരു ഫാമിലി ശരിക്കും ഹാപ്പി ആവുക, ഹാപ്പിനെസ് ആണ് ആ ഫാമിലിക്ക് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ആൻഡ് മെയിനായിട്ടും അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എവറി ആക്ഷൻ വി പെർസ്യൂ ഷുഡ് ബി ഗുഡ് ഫോർ ദി ഹോൾ ഓഫ് ദി മാൻ കൈൻഡ്. അതായത് എല്ലാ മനുഷ്യർക്കും നല്ലത് വരാൻ എന്നുള്ള രീതിയിലേക്ക് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ ആക്ഷനും ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്ത് ആക്ഷൻ ചെയ്താലും അത് ആർക്കെങ്കിലും ഉപദ്രവമാവുകയാണെങ്കിൽ അത് ചെയ്യരുത്. എല്ലാ രീതിയിലും മനുഷ്യർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ഓരോ ആക്ഷനിലൂടെയും കാണിക്കാൻ എന്നാണ് ആര് പറയുന്നത്, ലിങ്കൺ പറയുന്നത്, എബ്രഹാം ലിങ്കൺ പറയുന്നത്. ദെൻ മഹാത്മാ ഗാന്ധി says that the God has blessed everyone with some unique qualities that should be passed on to mankind in the form of our efforts and actions. അല്ലേ, എല്ലാവരും യുണീക്കാണ്. ഞാനല്ല എന്തെന്ന് പറയണത്, മറ്റൊരാൾ. അതായത് ഓരോ ആൾക്കാർക്കും പല രീതിയിലുള്ള കഴിവുകളാണ്, പല രീതിയിലുള്ള ചിന്താശേഷിയാണ് ഉള്ളത്. ഇതെല്ലാം ഒരു എഫേർട്ട് എടുത്ത് ആക്ഷനിലൂടെ കൊണ്ടുവരികയാണെങ്കിൽ ഈ ലോകം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മെച്ചപ്പെടുത്താനായിട്ട് കഴിയും. നമ്മുടെ രാജ്യത്തെ നമുക്ക് ഉയർച്ചയിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ഒരു ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത്, അതേപോലെ ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ആ ഒരു യുണീക്കായിട്ടുള്ള ക്വാളിറ്റീസ് പകർന്നു കൊടുക്കുന്നത് എന്തായിരിക്കും, നമുക്ക് നമ്മുടെ ആ ഒരു ആക്ഷനിലൂടെയും ഒരു എഫേർട്ടിലൂടെയും പകർന്നു കൊടുക്കുന്നത് എല്ലാവർക്കും ഒരു നന്മയുള്ളൊരു കാര്യമാണ്. അതായത് ലോകത്തിനും അതേപോലെ രാജ്യത്തിനും നമ്മുടെ മാൻ കൈൻഡിനും എല്ലാവർക്കും ഒരേപോലെ ഗുണമുള്ളൊരു കാര്യമാണ്. APJ അബ്ദുൽ കലാം വിച്ച് entreats Indian youth to ignite their mind and heart with light of aspirations. ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഒരു ഹോപ്പ് കൊടുക്കുകയാണ് ആർക്ക്, ഇന്ത്യൻ യൂത്തിന്. എന്തിനു വേണ്ടിയിട്ട്, ടു ഇഗ്നൈറ്റ് ദെയർ മൈൻഡ് ആൻഡ് ഹാർട്ട്. ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പാർക്ക് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, മൈൻഡ് ആൻഡ് ഹാർട്ട് വിത്ത് ലൈറ്റ് ഓഫ് ആസ്പിറേഷൻസ്. അതായത് ആസ്പിറേഷൻസ് എന്താണ്, അഭിലാഷങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോപ്പ്, എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ് ഇന്ത്യൻ യൂത്തിന്. വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട്, ലോകത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും അവരിലൂടെ എന്നുള്ള രീതിയിലേക്ക് ഒരു സ്പാർക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ബുക്കിലൂടെ, ഈ ഒരു ചാപ്റ്ററിലൂടെ. ദി ബുക്ക് മോട്ടിവേറ്റ്സ് ദി യൂത്ത് to innovate themselves to make India a more prosperous and rich country. ഫിനാൻഷ്യലിയും നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ആർക്ക് സാധിക്കും, നമ്മുടെ യങ് യൂത്തിനെ സഹായിക്കാൻ പറ്റും, അവർക്ക് കഴിയും. അതിന് എന്ത് ചെയ്യുക, ഒന്ന് സ്പാർക്ക് ഇട്ട് കൊടുത്ത് അവരുടെ മൈൻഡും അവരുടെ ഹാർട്ടും ഒന്ന് എന്ത് ചെയ്ത് കൊടുക്കുക, ഇഗ്നൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലൂടെ അബ്ദുൽ കലാം ചെയ്യുന്നത്. കലാം തിങ്സ് അബൌട്ട് ഹൗ ദി ഗ്രേറ്റസ്റ്റ് പേഴ്സണാലിറ്റീസ് ഫോട്ട് എഗെയിൻസ്റ്റ് വയലൻസ്. അതായത് വയലൻസിന് എതിരെ എങ്ങനെയാണ് മഹാന്മാർ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് പേഴ്സണാലിറ്റീസ്, മഹാന്മാർ എങ്ങനെയാണ് വയലൻസിന് എതിരായിട്ട് ചിന്തിച്ചിട്ടുള്ളത്, അവരെങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ആര് ചിന്തിക്കുകയാണ്, കലാം സാർ ചിന്തിക്കുകയാണ്. ഹി റിയലൈസസ് ദാറ്റ് ദി only method to solve the destructive side in humans is acquiring education. ഇത് ഭയങ്കര
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ആ 5 ആൾക്കാർ, മഹാത്മാഗാന്ധി, ഐൻസ്റ്റീൻ, ലിങ്കൺ പോലെയുള്ളവരിനൊക്കെ നമ്മൾ പറഞ്ഞില്ല അവരെന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അവരുടെ ഭാഗത്തു നിന്ന് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ സമ്മറി ചോദിച്ചാലും ഈ ഒരു സ്റ്റോറി അല്ല, സോറി, എസ്സേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണത്. ഹി റിയലൈസസ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഹി ആരാണ്? കലാമാണ്. കലാം റിയലൈസസ് ദാറ്റ് ദി ഓൺലി മെത്തേഡ് ടു സോൾവ് ദി ഡിസ്ട്രക്റ്റീവ് സൈഡ് ഇൻ ഹ്യൂമൻസ് ഇസ് അക്വയറിങ് എഡ്യൂക്കേഷൻ. എന്തെങ്കിലും ഡാമേജ്ഡ് ആയിട്ടുള്ള, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഏക മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമാണെന്നാണ് ഈ ഒരു എല്ലാ രീതിയിലുള്ള പോയിന്റ്സും കൺക്ലൂഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആയിട്ട് വരുന്നത് ഈ ഒരു പോയിന്റാണ്. എന്താണ്? എല്ലാ രീതിയിലുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, ഡാമേജ്ഡ് ആയിട്ടുള്ള സൈഡും സോൾവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? എഡ്യൂക്കേഷനാണ്. വിദ്യാഭ്യാസത്തിലൂടെയാണ് അത് പരിഹരിക്കാൻ കഴിയുക എന്നുള്ള റിയലൈസേഷനിലാണ് നമ്മുടെ APJ അബ്ദുൽ കലാം സാർ എത്തിപ്പെട്ടിരിക്കുന്നത്. കലാം സജസ്റ്റ് ഇന്ത്യൻ യൂത്ത് ടു അൺലീഷ് ദെയർ ഇന്നർ പവർ ടു സെർവ് ദെയർ മദർലാൻഡ്. എന്താണ് മദർലാൻഡ്? എന്താണ് നമ്മുടെ മദർലാൻഡ്? ഏതാണ്? ഇന്ത്യയാണ് അല്ലേ. ഇന്ത്യയിലെ എല്ലാ രീതിക്കുള്ള വളർച്ചയ്ക്കും നമ്മുടെ യങ്ങർ യൂത്തിൻ്റെ പവർ, അതായത് ഇന്നർ പവർ, അവരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള രീതിയിൽ എല്ലാവരും യുണീക്കാണ്. ഓരോ ആൾക്കാരുടെ ഉള്ളിലും ഓരോ പവറായിരിക്കും. അതെല്ലാം പുറത്തെടുത്തിട്ട് ആ ഒരു മദർ ലാൻഡിന് വേണ്ടിയിട്ട്, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാനാണ് യങ്ങർ യൂത്തിനോട് ആ ഒരു മെസ്സേജാണ് എന്തിലൂടെ കൊടുക്കുന്നത്? ഈ ഒരു ചാപ്റ്ററിലൂടെ കലാം സാറ് കൊടുക്കുന്നത്. ടു അക്വയർ ദിസ് എയിം ഹി റെക്കമെൻഡ്സ് അഡോപ്റ്റിംഗ് ദി മോഡൽസ് ഓഫ് എക്സംപ്ലറി പേഴ്സണാലിറ്റീസ്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതേപോലെ ഐൻസ്റ്റീൻ, അബ്രഹാം ലിങ്കൺ, ഇവരിനെയൊക്കെയാണ്, ഈ ഒരു 5 ആൾക്കാരിനെയാണ്, മഹാത്മാഗാന്ധി, 5 ആൾക്കാരിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ മുന്നിൽ ഒരു മാതൃകപരമായിട്ടുള്ള രീതിയിൽ കലാം സാറ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സണാലിറ്റീസിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വളർച്ച ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ യങ്ങർ യൂത്തിന് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ബുക്ക്, ഈ ഒരു ചാപ്റ്റർ. ഇനിയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന സമ്മറി. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന സമ്മറീൻ്റെ പാർട്സ് തന്നെയാണ് ഞാനിപ്പോൾ ഡീൽ ചെയ്തത്, ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പക്ഷേ അതെന്താണ്, എല്ലാ പോയിൻറ്സും ഇല്ല അതിൽ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന പോയിൻറ്സ് ആണ് അതിൽ പറഞ്ഞു തന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ലൈൻ ബൈ ലൈൻ സമ്മറി നമുക്ക് നോക്കാം കേട്ടോ. APJ അബ്ദുൽ കലാം narrates an event in his life which happening on 30th September 2001. വർഷമൊക്കെ ഓർമ്മിച്ച് വെക്കാൻ അത്രയും കഴിവുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. 30th September 2001 ആ ഒരു ഡേറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ദെൻ he was on his journey from Ranchi to Bokaro. Their helicopter crashed minutes before its landing. All travelers had a miraculous escape. ഇത് നമ്മൾ പറഞ്ഞതാണല്ലേ, ലാസ്റ്റ് ലൈനാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഹെലികോപ്റ്റർ ക്രാഷ് ചെയ്തു, എല്ലാ ട്രാവലേഴ്സും, അതിലുള്ള എല്ലാ പാസഞ്ചേഴ്സും ഒരു മിറാക്കുലസ് എസ്കേപ്പ് ആണ്, അവർ രക്ഷപ്പെട്ടു എല്ലാ ട്രാവലേഴ്സും. അപ്പോൾ ആ ഒരു യാത്ര എവിടെ നിന്നും എങ്ങോട്ടായിരുന്നു എന്നും ആ ഒരു ഡേറ്റും പിന്നെ എന്താണ് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേയുള്ള മിനിറ്റ്സിലായിരുന്നു ഈ ഒരു സംഭവം എന്നുള്ളതുമാണ് അതിൽ എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് വരുന്നത്. Kalam went ahead with his scheduled program on interaction with students unfazed by the accident. അതായത് അതൊരു ഷെഡ്യൂൾഡ് പ്രോഗ്രാം ആയിരുന്നു, മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു, സ്റ്റുഡൻസ് ആയിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മുടെ APJ അബ്ദുൽ കലാം സാറ് പോവുകയാണ്. ഈ ഒരു ആക്സിഡൻറ്റ് ഫേസ് ചെയ്തിട്ട് APJ അബ്ദുൽ കലാം സാറ് പോവുകയാണ്. ആർക്കും ഒന്നും പറ്റിയിട്ടില്ല, എല്ലാ പാസഞ്ചേഴ്സും സേഫ് ആണ്. ആസ് എ സജഷൻ ഫ്രം ദി ഡോക്ടേഴ്സ്, കലാം ടേക്സ് ട്രാങ്കുലൈസർ ടു എലിവേറ്റ് ദി shock of the accident. This use of drugs made him wake up late. ഡ്രഗ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു മരുന്ന്, എന്തെങ്കിലും ഷോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഷോക്കിൽ നിന്നും മെൻ്റലി ഒന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മരുന്നാണ് ട്രാൻക്വലൈസർ എന്ന് പറയുന്നത്. ഈ മരുന്ന് എടുത്തതിന് ശേഷം അദ്ദേഹം നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്, നമ്മുടെ APJ അബ്ദുൽ കലാം സാർ. അതിൽ നിന്നും എണീക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രഗ്സിൻ്റെ ആ ഒരു എഫക്റ്റാണ് പറയണത്. ദിസ് യൂസ് ഓഫ് ഡ്രഗ്സ് മെയ്ഡ് ഹിം വേക്ക് അപ്പ് ലേറ്റ്. അതുകൊണ്ട് അദ്ദേഹം ലേറ്റ് ആയിട്ടാണ് ഈ ഡ്രഗ്സ് എടുത്തത് കൊണ്ട് ലേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എണീച്ചിട്ടുള്ളത്. ഇറ്റ് ഹാസ് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്. കലാം തിങ്ക്സ് അബൌട്ട് ദി റീസൺ ഫോർ ദി ഡിവിഷൻ ആൻഡ് വയലൻസ് എമംഗ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ എന്താണ് മനുഷ്യർക്കിടയിലുള്ള ആ ഒരു വയലൻസിനും ആ ഒരു വേർതിരിവിനും കാരണം എന്നുള്ളതൊക്കെ അദ്ദേഹം റിയലൈസ് ചെയ്യാണ്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പിൽ നിന്നും അദ്ദേഹം റിയലൈസ് ചെയ്യാണ്. ഹി ഇമാജിൻസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ 5 people
പീപ്പിൾ ഹൂം ഹി അഡ്മയേഴ്സ്. നമ്മൾ പറഞ്ഞതാണല്ലേ, അദ്ദേഹത്തിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള 5 ആൾക്കാരുടെ കോൺവെർസേഷൻ അദ്ദേഹം ഇമാജിൻ ചെയ്യാണ്. ഇൻ ദിസ് ഡ്രീം ഹി ഫൈൻഡ്സ് ഹിംസെൽഫ് പൊസിഷൻഡ് ഇൻ എ ഡെസേർട്ട് സറൗണ്ടഡ് ബൈ സാൻഡ് ആൻഡ് ദി പ്ലേസ് ഈസ് ലിറ്റ് വിത്ത് ദി ലൈറ്റ് ഓഫ് ദി മൂൺ. ഇത് നമ്മൾ പറഞ്ഞതാണ്. നമ്മുടെ സർ എവിടെയാണ് നിൽക്കുന്നത്, APJ അബ്ദുൽ കലാം എവിടെയാണ് നിൽക്കുന്നത്, ഡെസേർട്ടിലാണെന്നാണ്, മരുഭൂമിയിലാണെന്നാണ് അദ്ദേഹം ഇമാജിൻ ചെയ്യുന്നത്. ചുറ്റും എന്തുണ്ട്, മണൽത്തരികളുണ്ട്. ആൻഡ് അതേപോലെ രാത്രിയാണ് ഈ ഒരു സംഭവം, അതായത് മൂണിൻ്റെ ആ ഒരു പ്രകാശത്തിലാണ് ഈ ഒരു സംഭവം അദ്ദേഹം ഇമാജിൻ ചെയ്യുന്നത്. ദി 5 men whom he imagines are മഹാത്മാഗാന്ധി, ആൽബർട്ട് ഐൻസ്റ്റീൻ, എംപറർ അശോക, അബ്രഹാം ലിങ്കൺ, കാലിഫ് ഉമർ. നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഹു സ്റ്റാൻഡ്സ് ആസ് എ സർക്കിൾ ആൻഡ് ദെയർ ക്ലോത്ത്സ് കുഡ് ബി സീൻ റഫ്ലിംഗ് ബൈ ദി വിൻഡ്. അതായത് ഇവരൊരു സർക്കിളായിട്ട് നിൽക്കുകയാണ്. അവരുടെ ക്ലോത്ത്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കലാം ഫീൽസ് ഡ്വാഫ്ഡ് ബൈ ദി മെജസ്റ്റിക് പ്രസൻസ് ഓഫ് എംപറർ അശോക. ദി 2 leaves combined in Ashoka were that of a merciless conqueror and a compassionate ruler. ഇതും നമ്മൾ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അതിൽ മെയിനായിട്ടും ഇതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടത് മെഴ്സിലെസ് കോൺക്വറർ ആൻഡ് എ കമ്പാഷനേറ്റ് റൂളർ. അതായത് ഒരു കരുണയില്ലാത്ത രീതിയിലുള്ള ഒരു ലീഡർ, ഒരു ജേതാവ് എന്നുള്ള രീതിക്കും, അതേപോലെ കരുണയുള്ള മനസ്സലിവുള്ള, നമ്മൾ ലാസ്റ്റ് റിയലൈസ് ചെയ്യുന്നുണ്ടല്ലോ, എംപറർ അശോക ലാസ്റ്റ് റിയലൈസ് ചെയ്യണു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു പോയിന്റ് പഠിച്ചത്. എന്തായിരുന്നു, ഒരു വിക്ടറി എന്ന് പറയുന്നത്, ഒരു വിജയം എന്ന് പറയുന്നത് ശരിക്കും ഒരു വിജയമല്ല. എപ്പോൾ ആർക്കെങ്കിലും അതൊരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് നൽകുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അത് കാരണം ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു വിജയമായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളൊരു റിയലൈസേഷനിൽ നമ്മുടെ എംപറർ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് മെഴ്സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരുണയാണ്. മെഴ്സിലെസ്, കരുണയില്ലാത്ത ഒരു ലീഡറായിട്ടും, അതേപോലെ ലാസ്റ്റ് അദ്ദേഹം കരുണയുള്ള, അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും രീതിയിലുള്ള ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാലാണ് ആ ഒരു വിജയമായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുള്ളൂ എന്നുള്ള റിയലൈസേഷനിലും അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഈ ഒരു അശോക ചക്രവർത്തിനെ, എംപറർ അശോകനെ 2 ലീവ്സ് ആയിട്ട് കമ്പൈൻ ചെയ്യണത്. Then we had to pay a heavy cost to become victorious in the wars. As an instance, consider the Battle of Kalinga, in which leaves of 300,000 people were claimed and a comparable number were wounded. അതായത് അത്രയും വലിയൊരു സംഖ്യ ആളുകൾ മരണപ്പെടുകയും കൊല്ലപ്പെടുകയും അതേപോലെ അത്രയും അധികം ആൾക്കാർക്കും മുറിവ് സംഭവിക്കുകയും വളരെയധികം മുറിവേറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു കലിംഗ ബാറ്റലിലൂടെ. Ashoka caused horror and destruction, claiming many lives. He accepted ahimsa and dharma and decided to spread the message of love through them. അതായത് ഈ ഒരു ബാറ്റിലൂടെ നമ്മുടെ അശോക ചക്രവർത്തി റിയലൈസ് ചെയ്യാണ്, ഇത്രയും അധികം ആളുകൾ ഞാൻ കാരണം, അല്ലെങ്കിൽ ഈ ഒരു ബാറ്റിൽ നടത്തിയത് കാരണം കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇത്രയധികം ആളുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പല സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്, പല ആൾക്കാർക്ക് മുറിവേറ്റിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ ആ ഒരു യുദ്ധം കൊണ്ട് അർത്ഥമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ ഇങ്ങനെയുള്ളൊരു ഹൊററും ഡിസ്ട്രക്ഷനും എല്ലാം ഒഴിവാക്കിയിട്ട് അഹിംസ ആൻഡ് ധർമ്മ എന്ത് ചെയ്യാണ്, ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് നമ്മുടെ അശോക ചക്രവർത്തി. ആൻഡ് മെസ്സേജ് ഓഫ് ലവ് സ്പ്രെഡ് ദി മെസ്സേജ് ഓഫ് ലവ്. എന്ത് ചെയ്യണം, സ്നേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ അഹിംസയും അതേപോലെ ധർമ്മയൊക്കെ പിന്തുടർന്നുകൊണ്ട് ആ ഒരു രീതിയിലുള്ള മെസ്സേജ് എല്ലാവർക്കും ഫോർവേഡ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. Then Kalam wonders why Kalinga war happened and what were the reasons behind the assassinations of Mahatma Gandhi and Abraham Lincoln. കലാം സാർ അത്ഭുതപ്പെടുകയാണ്, അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. ഇതിനൊക്കെ പറ്റിയിട്ട് 2 കാര്യങ്ങളെ പറ്റിയിട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കലിംഗ വാർ നടന്നിട്ടുള്ളത്, അതേപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അസാസിനേഷൻസ് ഓഫ് മഹാത്മാഗാന്ധി ആൻഡ് എബ്രഹാം ലിങ്കൺ. അതായത് മഹാത്മാഗാന്ധിയും എബ്രഹാം ലിങ്കണും കൊലപ്പെടുത്താനായിട്ടുള്ള കാരണം, അവരുടെ മരണത്തിനായിട്ടുള്ള കാരണങ്ങളും അദ്ദേഹം ഓർക്കുകയാണ്. കലാം സാറ് വണ്ടർ ചെയ്യാണ്, ഇങ്ങനെയൊക്കെയാണോ, എന്താണ് അതിന് പിന്നിലുള്ള റീസൺസ് എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുകയാണ്. ഇൻ ദാറ്റ് ബ്ലിസ്ഫുൾ മൊമെൻറ്റ് മഹാത്മാ സ്പീക്സ് ദാറ്റ് ദി ഡിവൈൻ മെസ്സേജ് ദാറ്റ് വി ഹിയറിംഗ് ഇസ് ദി മെസ്സേജ് ഓഫ് ക്രിയേഷൻ.
He believes that as we all belongs to this planet, it is necessary to give a message to mankind. അതായത് ഈ ഒരു സെൻറ്റൻസിൽ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എല്ലാ മനുഷ്യരും പല ജാതിയിൽപ്പെട്ട പല മതത്തിൽപ്പെട്ട മനുഷ്യരെല്ലാം ഈ ഒരു പ്ലാനറ്റിൽ ഈ ഒരു ഗ്രഹത്തിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും പ്രോസ്പെറസ് ആയിട്ട് സമാധാനപരമായിട്ട് സമൃദ്ധിയോട് കൂടിയിട്ട് അഭിവൃദ്ധിയോട് കൂടിയിട്ട് എങ്ങനെയാണ് എല്ലാ രാജ്യത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഒരേപോലെ കഴിയാൻ പറ്റുക എന്നുള്ള രീതിക്കുള്ള മെസ്സേജ് കൊടുക്കണം എന്നാണ് ആര് പറയുന്നത്? മഹാത്മാഗാന്ധി പറയുന്നത്. മഹാത്മാഗാന്ധി സേസ് ദാറ്റ് ഗോഡ് ഹാസ് ബ്ലെസ്ഡ് എവ്രി വൺ വിത്ത് സം യുണീക്ക് qualities that should be passed on to mankind in the form of our efforts and actions. ഇത് നമ്മൾ പറഞ്ഞതാണല്ലേ, എല്ലാവരും യുണീക്കാണ്, എല്ലാവർക്കും പല രീതിയിലുള്ള എബിലിറ്റീസ് ആയിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള എബിലിറ്റീസ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം അവരുടെ ഇന്നർ പവറിൽ നിന്നും അതെല്ലാം പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്, ലോകത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഈ ഒരു പ്ലാനറ്റിന് വേണ്ടിയിട്ട് പരസ്പരം മനുഷ്യന്മാർക്ക് ഗുണപ്രദമാവുന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണോ നമ്മുടെ ആക്ഷൻസും എഫേർട്സും കാണിക്കാൻ പറ്റുക അങ്ങനെയെല്ലാം പാസ് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. He stresses the need of assimilating beauty into the human soul, which may lead to the blossoming of happiness in the human body and mind. അല്ലേ, ഹ്യൂമൻ ബോഡിയിലാണെങ്കിലും മൈൻഡിലാണെങ്കിലും ഹാപ്പിനെസ് വിരിയണം എന്നുണ്ടെങ്കിൽ, ബ്ലോസമിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അല്ലേ. അത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ ഹ്യൂമൻ ബോഡിയിലും ശരീരത്തിലും അതേപോലെ മനസ്സിലും ആ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഒരേ രീതിയിൽ ഏത് ജാതിയിലോ മതത്തിലോ പെട്ട ആൾക്കാരാണെങ്കിലും അത്രയും സമാധാനത്തിൽ ജീവിക്കുമ്പോഴാണ്, ഒരാളുടെ യുണീക്ക് ക്വാളിറ്റീസ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് എല്ലാവരുടേതായിട്ടുള്ള ആ ഒരു ക്വാളിറ്റീസും പുറത്തെടുത്ത് എല്ലാവരും അത്രയും സൗഹൃദത്തിൽ കഴിയുമ്പോഴാണ് അത് അത്രയും മനോഹരമായി തീരുന്നത് എന്നാണ് പറയണത്. Ashoka describes his realization that a victory cannot be considered a victory if it causes suffering. നമ്മൾ പറഞ്ഞതാണ്, ഒരു വിജയം എന്നുള്ളത് മുഴുവനായിട്ടും ഒരു വിജയമാക്കി കണക്കാക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിലാരും എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും ഹാംഫുൾ ആവാത്ത രീതിയിൽ വേണം ആ ഒരു വിജയം. ആർക്കെങ്കിലും അത് ദുരനുഭവമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു വിജയമായിട്ട് കണക്കാക്കാനായിട്ട് പറ്റില്ല എന്നാണ് ആര് റിയലൈസ് ചെയ്യുന്നത്? അശോക ചക്രവർത്തി റിയലൈസ് ചെയ്യുന്നത്. Caliph Umar says that after entering Jerusalem, he realizes that all men are equal. So there is no point in compelling others to follow our path. അല്ലേ, കമ്പല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധിപ്പിക്കുക. അതായത് ഒരാളേനെയും നമുക്ക് എല്ലാ ആളുകളും ഒരേപോലെയാണ്, നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ ചിന്തിക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്ന അതേ രീതിക്ക് തന്നെ വേണം ബാക്കിയുള്ള എല്ലാവരും ചിന്തിക്കാൻ എന്ന് നമുക്കൊരിക്കലും നിർബന്ധം പറയാനായിട്ട് പറ്റില്ല. കാരണം എല്ലാ മനുഷ്യന്മാരും ഈക്വലാണ്, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാവും. ഒരാളിനെയും നമുക്ക് നിർബന്ധിപ്പിക്കാൻ പറ്റില്ല നമ്മുടേതായിട്ടുള്ള രീതി പിന്തുടരണം എന്ന് പറഞ്ഞൊരു ഓർഡർ നൽകാനായിട്ട് പറ്റില്ല. അങ്ങനെ ചെയ്യരുതെന്നാണ് പറയണത്. പീപ്പിൾ ഗെറ്റ് ഓൺലി വാട്ട് ദേ ഹാവ് been ordained for and God is the only sovereign. അല്ലേ, ഓരോരുത്തർക്കും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്താണോ അത് മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ഒരു ഓണർ, ഒരു പരമാധികാരി എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്, അതിൻ്റെ മേലെ ഒരു സോവറിനും ഇല്ല എന്നാണ് പറയണത്. ഒമർ never bothers about his special privileges as a ruler. Instead, he considers government as a sacred trust which should not be betrayed at any cost. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ആ ഒരു അധികാരമുണ്ടല്ലോ, റൂളറാണ്, അതേപോലെ അതിനനുസരിച്ചിട്ടുള്ള പ്രിവിലേജസ് ഒക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ജീവിച്ചിട്ടില്ല. മറിച്ച് ഗവൺമെൻറ്റിനെ ഒരു പവിത്രമായിട്ടുള്ള ഒരു സംഭവമാക്കിക്കൊണ്ട്, ഗവൺമെൻറ് എന്നുള്ളൊരു ടീമാക്കിക്കൊണ്ട് അതിനെ വഞ്ചിക്കുന്ന രീതിയിൽ എന്ത് വന്നാലും ആ ഒരു ഗവൺമെൻറ് എന്നുള്ളതിനെ വഞ്ചിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യരുത് എന്നുള്ള മെസ്സേജാണ് നമ്മുടെ കാലിഫ് ഉമറിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്നത്. ദെൻ ദി നെക്സ്റ്റ് സ്പീക്കർ ഇസ് ഐൻസ്റ്റീൻ, ഹു സേസ് ദാറ്റ് he would like to recall the view of Werner Heisenberg. ഐൻസ്റ്റീൻ എന്ത് ചെയ്യാണ്, വെർണർ ഹേസൻബർഗിൻ്റെ വ്യൂ, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റീകോൾ ചെയ്യാണ്. വെർണർ സെഡ് ദാറ്റ് ഇൻ ദി വെസ്റ്റ് ദേ ഹാഡ് ബിൽഡ് ആൻ അട്രാക്റ്റീവ് ലാർജ് ഷിപ്പ്. നമ്മൾ പറഞ്ഞതാണ് നേരത്തെ, വിത്ത് ഓൾ ദി കംഫർട്ട്സ് ബട്ട് വൺ തിങ് വാസ് മിസ്സിങ് ഇറ്റ്. എന്തായിരുന്നു അത്? വൺ തിങ് വാസ് മിസ്സിങ്. എന്തായിരുന്നു മിസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്? കോമ്പസ് അല്ലേ, ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള, എങ്ങോട്ടാണ്
ആ ഷിപ്പ് പോവേണ്ടത് എന്നുള്ള ആ ഒരു ഡെസ്റ്റിനേഷൻ ഫൈൻഡ് ചെയ്യാനുള്ള കോമ്പസ് മാത്രം അതിലില്ല. ബാക്കി എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ആകർഷകമായിട്ടുള്ള രീതിയിലൊരു ഷിപ്പാണ് പണിത് വെച്ചിട്ടുള്ളത് എവിടെ, വെസ്റ്റിൽ. പക്ഷേ അതിന് ഇങ്ങനൊരു കോമ്പസ് ഇല്ല. ആ ഒരു കോമ്പസ് എന്ത് ചെയ്തിട്ടുണ്ട്, ടാഗോർ ആൻഡ് ഗാന്ധി ഫൗണ്ട് ദിസ് കോമ്പസ്. ഇത് ശരിക്കും ഒരു ഷിപ്പ് അല്ലെങ്കിൽ ഒരു കോമ്പസ് എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ മനുഷ്യരിൽ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിക്ക് വേണം ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഇഫ് ദിസ് കോമ്പസ് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ എ ഹ്യൂമൻ ഷിപ്പ് ദി പർപ്പസ് ഓഫ് ദി ലൈഫ് കുഡ് ബി ഐഡൻറ്റിഫൈഡ്. എന്തിനു വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ മെയിനായിട്ടും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡെസ്റ്റിനേഷനും എന്നുള്ളൊരു ഡയറക്ഷനും ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതിൽ മെയിൻ പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് ആരൊക്കെ, ടാഗോറും അതേപോലെ തന്നെ ഗാന്ധിജിയും എല്ലാം. ദി ഗ്രേറ്റ് അമേരിക്കൻ ലീഡർ എബ്രഹാം ലിങ്കൺ fought against slavery, which is a parallel story of Mahatma in some respects. അല്ലേ, പല രീതിയിൽ നമുക്ക് മഹാത്മാഗാന്ധിൻ്റെ ഒരു രീതിയിലേക്ക് ആ ഒരു പിന്തുണ നൽകുന്ന രീതിയിലേക്കുള്ള സംഭവങ്ങളാണ് അബ്രഹാം ലിങ്കൻ്റെ സ്റ്റോറി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും കാണാൻ സാധിക്കുന്നത്. ലിങ്കൻ സേസ് ദാറ്റ് ഹാപ്പിനെസ് ഈസ് അക്വയർഡ് വെൻ എ ഫാമിലി എൻഷുവേഴ്സ് പ്രോസ്പെരിറ്റി അറ്റ് വേരിയസ് ലെവൽസ്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലേ ഈ ഒരു പോയിന്റ്. ഹ്യൂമൻ ലീവ്സ് ബിക്കം ബ്ലെസ്ഡ് ഓൺലി ഇഫ് ദർ ഇസ് എ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ഒരു കരങ്ങൾ കൂടി ഉണ്ടെങ്കിലാണ്, ആ ഒരു കൃപ കൂടി ഉണ്ടെങ്കിലാണ് ഹ്യൂമൻ ലൈഫ് ബ്ലെസ്ഡ് ആയിട്ട് മാറുള്ളൂ എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ടു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗോഡ്ലി ലൈഫ് ഓൺ എർത്ത് ആർ ഹാപ്പിനെസ് ആൻഡ് ബ്ലിസ്. അല്ലേ, സന്തോഷവും സമാധാനവും ആ ഒരു ആനന്ദമൊക്കെ ഉണ്ടെങ്കിലാണ് ആ ഒരു ജീവിതം, മനുഷ്യൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇൻ ദി കണ്ടംപററി വേൾഡ് ദർ ആർ ന്യൂമറസ് കോൺഫ്ലിക്ട്സ് അമംഗ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് nations as we forgot ethical values in our pursuit of power and prosperity. അല്ലെ, അധികാരവും അതേപോലെ പല രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പല ആൾക്കാരും പല യുദ്ധത്തിലും മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്തിക്കൽ ആയിട്ടുള്ള വാല്യൂസ് ആണ്. പക്ഷെ അതൊരിക്കലും കൈവിടാതെ ആ ഒരു വാല്യൂസ് എല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ജീവിക്കാനായിട്ട് വേണ്ടിയിട്ട്. വി ഷുഡ് കണ്ടംപ്ലേറ്റ് ഓൺ ദി റോൾ ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നെസ്. മഹാത്മാഗാന്ധി റീകോൾസ് ദി പ്രൊനൗൺസ്മെൻറ്റ് ഓഫ് സേജ് അഷ്ടവക്ര. അതായത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഹി സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഫിനോമിനൽ യൂണിവേഴ്സ് ഇസ് നോട്ട് സെപ്പറേറ്റഡ് ഫ്രം അസ് ബട്ട് ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഇൻസൈഡ് അവർ കോൺഷ്യസ്നെസ്. ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് സേജ് അഷ്ടവക്ര പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മഹാത്മാഗാന്ധി റീകോൾ ചെയ്യാണ്. എന്താണത്? കോൺഷ്യസ്നെസ്, അതായത് മനുഷ്യബോധത്തിൻ്റെ ഉള്ളിലാണ് ശരിക്കും യൂണിവേഴ്സ് എന്നുള്ളൊരു ഫിനോമിനൻ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്, അല്ലാതെ പുറത്തേക്കല്ല. അതായത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ബോധം വേണം. ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത്, ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാരും ഈക്വൽ ആണ് എന്നുള്ള റിയലൈസേഷനിൽ നമ്മൾ എത്തിച്ചേരണം. സോ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് അക്സെപ്റ്റബിൾ ആൻഡ് അൺഅക്സെപ്റ്റബിൾ. അതായത് ഏതാണ് സ്വീകരിക്കേണ്ടത്, സ്വീകരിക്കാത്തത് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ക്വസ്റ്റ്യനൊന്നും ഇവിടെ പ്രാധാന്യമില്ല, ആ ഒരു വോയിസ് ഒന്നും ഇവിടെ ഇല്ലെന്നാണ് പറയണത്. ലൈഫ് ഈസ് ഓൾ അബൌട്ട് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ആൻഡ് ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. അതായത് ചൂഷണം ചെയ്യുക, എക്സ്പ്ലോയിറ്റേഷനെയും അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റിനെയും പറ്റിയിട്ട് സംസാരിക്കേണ്ട പോലും ആവശ്യമില്ല. എന്തിനെ പറ്റിയിട്ട് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്? ജീവിതം എന്ന് പറയുന്നത് ഒന്ന് സമാധാനപൂർവ്വമായിരിക്കണം, സന്തോഷപൂർവ്വമായിരിക്കുള്ളതായിരിക്കണം, ആനന്ദപൂർവ്വമായിരിക്കണം. ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. ഇതിനെപ്പറ്റി മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ മതി. മറ്റുള്ള കാര്യങ്ങളൊന്നും, എക്സ്പ്ലോയിറ്റേഷനും കോൺഫ്ലിക്റ്റ് പോലെയുള്ളതിനെ പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ശരിക്കും ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു രീതിയിലുള്ള ആവശ്യവും ഇല്ല എന്നാണ് പറയണത്. The message that can be shared to the planet is that, എന്താണ് മെസ്സേജ്, എന്താണ് ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ള മെസ്സേജ്? മനുഷ്യന്, ഒരു പ്ലാനറ്റിലുള്ള മനുഷ്യൻ മുഴുവനായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ്? എവറി ഡോക്ട്രൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ധാന്തം, എന്തെങ്കിലും ഒരു നിയമം, എന്തെങ്കിലും ഒരു ലോ എന്ന് പറയില്ല. അതായത് ആരെങ്കിലും പറഞ്ഞത് നമ്മൾ പിന്തുടരുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണതായിരിക്കണം? ദാറ്റ് വി ഫോളോ ആൻഡ് എവറി ആക്ഷൻ വി പെർസ്യൂ ഷുഡ് ബി ഗുഡ് ഫോർ ദി ഹോൾ ഓഫ് മാൻകൈൻഡ്. നമ്മൾ പറഞ്ഞതാണ് അല്ലേ നേരത്തെ, എല്ലാ മനുഷ്യന്മാർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ ഒരു രീതിക്കും ഹാംഫുൾ ആക്കാത്ത രീതിക്കുള്ളതായിട്ട് വേണം നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനും, അല്ലെങ്കിൽ നമ്മൾ പിന്തുടർന്ന് വരുന്ന ഓരോ നിയമങ്ങളും, ഓരോ സിദ്ധാന്തവും എന്ന് പറയുന്നത്.
APJ Abdul Kalam, which entreats Indian youth to ignite their mind and heart with light of aspirations. നമ്മൾ പറഞ്ഞതാണല്ലേ. The book motivates the youth to innovate themselves to make India a more prosperous and rich country. ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ആണ്. നേരത്തെ നമ്മൾ സമ്മറിയിൽ മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ പോയിന്റ്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഈ നോട്ട്സ് ഈ ഹൈലൈറ്റ് ചെയ്തിട്ട് റെഡിൽ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങളൊരു നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾക്ക് അത് മാത്രം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ഓർമ്മ വരും. എക്സാമിൻ്റെ തലേന്ന് ഈ ബുക്ക് ഫുള്ള് ഇരുന്ന് വായിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പറയുന്ന പോയിന്റ്സ് അപ്പം എഴുതിയെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് മാത്രം നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലുള്ള ഫുൾ മാർക്സും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. Then, this is a long process which requires a drastic change in attitude and aptitude. എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള നേച്ചുറലി നമുക്ക് വരുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അതാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് ആറ്റിറ്റ്യൂഡ്, നമുക്കൊരു കാര്യത്തെ പറ്റിയിട്ടുള്ള മനോഭാവവും അതേപോലെ തന്നെ അഭിരുചിയും അതിലെല്ലാം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്, വലിയൊരു ചേഞ്ച് വരുത്താനായിട്ട് ഈ ഒരു ലോങ് പ്രോസസ്സിന് കഴിയും എന്നാണ് പറയണത്. ദോ ദി കൺട്രി ഈസ് റിനൗണ്ട് ഫോർ ഇറ്റ്സ് റിച്ച്നെസ് ഓഫ് മാൻ പവർ ആൻഡ് മെറ്റീരിയൽ, ദി നേഷൻ നീഡ്സ് എ പീസ്ഫുൾ കണ്ടീഷൻ ടു സപ്പോർട്ട് ദി ക്രിയേറ്റീവ് എനർജീസ് ഓഫ് ദി യൂത്ത്. നമ്മുടെ രാജ്യം എന്തിൽ റിച്ച് ആണെന്ന് പറയപ്പെടുന്നുണ്ട്? മാൻ പവറിലും അതേപോലെ തന്നെ മെറ്റീരിയലിയും റിച്ച് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമാധാനപൂർവമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു സപ്പോർട്ട് ദി ക്രിയേറ്റീവ് എനർജീസ് ഓഫ് ദി യൂത്ത്. വളർന്നു വരുന്ന തലമുറയ്ക്ക് അവരുടേതായിട്ടുള്ള യുണീക്ക് ക്വാളിറ്റീസ് ഒക്കെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഇന്നർ പവർ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമാധാനപൂർവമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്തിന് ആവശ്യം എന്ന് പറയുന്നത്. കാരണം എന്താണ്? വളർന്നു വരുന്ന തലമുറയാണല്ലോ ആ ഒരു രാജ്യത്തിൻ്റെ ഭാവി തന്നെ നിർണ്ണയിക്കുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. In the dream and the message, Kalam recollects one of his past experiences when his helicopter crashed. നമ്മൾ പറഞ്ഞ കാര്യമാണല്ലോ, ഹെലികോപ്റ്റർ ക്രാഷ് ചെയ്ത സമയത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. സംഭവങ്ങൾ നടന്നതല്ല, പക്ഷെ അദ്ദേഹം ആ ഒരു സ്വപ്നത്തിൽ അദ്ദേഹം ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. In the impact of this accident and the tranquilizer, he broods over the chores and violences that humans undergo. മനുഷ്യന്മാർ ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിലൂടെ പോകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് മനുഷ്യരാശിക്ക് നല്ലതല്ലാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെതിരെ എങ്ങനെയൊക്കെ നമുക്ക് പൊരുതാം, എങ്ങനെയൊക്കെ പീസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് യുവതലമുറയിലേക്ക് എങ്ങനെയൊക്കെ രീതിയിൽ അവരുടെ മൈൻഡ് സ്പാർക്ക് ചെയ്യാം, എങ്ങനെയൊക്കെ അഡ്മയർ ചെയ്യാം, അതായത് പേഴ്സണാലിറ്റീസ് വെച്ചിട്ട് മഹാന്മാരായ ആളുകളുടെ എക്സാമ്പിൾ കൊടുത്തുകൊണ്ട് അവരുടെ മൈൻഡ് എങ്ങനെയൊക്കെ ഇഗ്നൈറ്റ് ചെയ്യാം എന്നൊക്കെ ഈ ഒരു ബുക്കിലൂടെ, ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. Kalam thinks about how the greatest personalities fought against these divisions and violence. നമ്മൾ പറഞ്ഞതാണല്ലേ ഫസ്റ്റ്. Kalam tries to get clues from great leaders and innovators like Gandhi, Lincoln, Ashoka, Omar and Einstein to make his own conclusions. അതായത് ഇവരുടേതായിട്ടുള്ള രീതിയിൽ എല്ലാ രീതിയിലും 5 ആൾക്കാരുടെ പേര് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അത് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക. ദെൻ ആ 5 ആൾക്കാരുടെയും ആയിട്ടുള്ള കാഴ്ചപ്പാടെല്ലാം നോക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റേതായിട്ടുള്ള APJ അബ്ദുൽ കലാം സാറിൻ്റേതായിട്ടുള്ള കൺക്ലൂഷനിൽ അദ്ദേഹം എത്തിപ്പെടുകയാണല്ലേ. കമ്മിങ് ടു ദി കൺക്ലൂഷൻ, ഹി റിയലൈസസ് ദാറ്റ് ദി ഓൺലി മെത്തേഡ് ടു സോൾവ് ദി ഡിസ്ട്രക്റ്റീവ് സൈഡ് ഇൻ ഹ്യൂമൻസ് ഈസ് അക്വയറിങ് എഡ്യൂക്കേഷൻ. ഇത് നമ്മൾ പറഞ്ഞതാണ്, വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ് എല്ലാ ഒരു രീതിയിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള സൈഡും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. അലോങ് വിത്ത് ദി മെറ്റീരിയൽ ഓപ്പർച്യൂണിറ്റീസ് ഓർ പോസിബിലിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ എഡ്യൂക്കേഷൻ, Kalam advocates the necessity to incorporate spiritual aspects to it. This balance between the material desires and spiritual pursuits helps a person to achieve peacefulness in his life. അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലായാലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലായാലും അത് രണ്ടും കൂടി ബാലൻസ് ചെയ്തിട്ട് ഒരാൾക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിലാണ് ഒരാളുടെ ലൈഫിൽ അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു കണ്ടീഷൻ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കലാം സജസ്റ്റ്സ് ഇന്ത്യൻ യൂത്ത് ടു അൺലീഷ് ദെയർ ഇന്നർ പവർ ടു സെർവ് ദെയർ മദർലാൻഡ്. നമ്മൾ കുറേ വട്ടം പറഞ്ഞു ഇത് അല്ലേ, മദർലാൻഡ് എന്താണ്? നമ്മുടെ ഇന്ത്യ. നമ്മുടെ മദർലാൻഡ് ഏതാണ്? നമ്മുടെ ഇന്ത്യ, നമ്മുടെ രാജ്യം അല്ലേ. നമ്മുടെ രാജ്യത്തിന്
അതിന് വേണ്ടിയിട്ട് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു, സ്പാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവരുടെ മൈൻഡ് ഒന്ന് ഇഗ്നൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഇന്നർ പവർ പുറത്തെടുക്കാൻ സാധിക്കും. അതുവഴി നമ്മുടെ രാജ്യത്തിന് വളരെയധികം ഉയർച്ചയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. In this pursuit, he recommends both the scientific temper and spirit of enquiry to take his nation with resources into a happier one. To acquire this aim, he recommends adopting the models of exemplary personalities. അല്ലേ, മഹാന്മാരായ ആൾക്കാരിൽ നിന്നും എങ്ങനെയൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെ മെസ്സേജസ് നമുക്ക് ഉൾക്കൊള്ളാം, അതിൽ നിന്നും നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള കൺക്ലൂഷൻസിലേക്ക് എത്തണം, യുവതലമുറയിൽ നിന്നും ഇന്ത്യക്ക്, നമ്മുടെ രാജ്യത്തിന് എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും, ഏതൊക്കെ രീതിയിലൂടെ കൈവരിക്കാൻ സാധിക്കും. മെയിനായിട്ടും അവിടെ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്, എഡ്യൂക്കേഷൻ ആണ്. അതേപോലെ ഭൗതികമായിട്ടുള്ള രീതിയിലും ആത്മീയമായിട്ടുള്ള രീതിയിലും സ്പിരിച്വലി നമുക്ക് ആ ഒരു ബാലൻസ് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു ലൈഫ് കിട്ടും എന്നാണ് പറയണത്. സോ ഈ ഒരു എസ്സേൻ്റെ സമ്മറി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണം. ഇതിൽ തീരെ ഉൾപ്പെടുത്താതിരിക്കരുത്. അതായത് എന്തായാലും നിങ്ങൾ എക്സാമിന് എഴുതണം എന്നുള്ള പോയിന്റ്സാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതിനുശേഷം നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് മീനിങ് വൈസ് എല്ലാ ലൈനും പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പാർട്ട് 2ഉം പാർട്ട് 3യും നമ്മൾ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്